CPM പാർട്ടി കോൺഗ്രസ് പൊതുചർച്ചയിൽ കേന്ദ്ര കമ്മിറ്റിക്ക് വിമർശനവും കേരള സർക്കാരിന് അഭിനന്ദനവും. കേന്ദ്ര കമ്മിറ്റി പരാജയമെന്ന് ഉത്തർപ്രദേശിൽ നിന്നുള്ള പ്രതിനിധി വിമർശിച്ചു. ബംഗാളിൽ മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിക്കുന്നുവെന്നും പൊതുചർച്ചയിൽ ബംഗാൾ ഘടകം പറഞ്ഞു. രാജ്യത്ത് ഭരണത്തിലുള്ള ഏക സംസ്ഥാനമായ കേരളത്തെ പാർട്ടി കോൺഗ്രസ് പൊതുചർച്ചയിൽ പങ്കെടുത്ത 6 പ്രതിനിധികളും അനുമോദിച്ചു. കേരളത്തിലെ CPMന്റെ കൂട്ടായ പ്രവർത്തനമാണ് 2 തവണ അധികാരത്തിലെത്താൻ കാരണം. ഈ പാത പിന്തുടർന്നാൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ അധികാരം നേടാമെന്ന് ജാർഖണ്ഡിൽ നിന്നുള്ള പ്രതിനിധി അഭിപ്രായപ്പെട്ടു. അതേസമയം CPM കേന്ദ്ര കമ്മിറ്റിയെ ഉത്തർപ്രദേശിൽ നിന്നുള്ള പ്രതിനിധി രൂക്ഷമായി വിമർശിച്ചു. 2 പിണറായി സർക്കാരുകളുടെയും വികസന നേട്ടങ്ങൾ ഉത്തരേന്ത്യയിൽ എത്തുന്നില്ല. പിണറായി സർക്കാരിന് നേട്ടങ്ങൾ ഒരുപാടുണ്ടെന്ന് പറയുന്നു, എന്നാൽ കേരളത്തിന് പുറത്തെത്തുന്നില്ല. ഇത് കേന്ദ്ര കമ്മിറ്റിയുടെ പരാജയമാണെന്നും വിമർശനമുയർന്നു. രാഷ്ട്രീയ പ്രമേയത്തിൽ 3424 ഭേദഗതി നിർദ്ദേശമുണ്ടായി. 133 ഭേദഗതികൾ അംഗീകരിച്ചെന്ന് പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട പറഞ്ഞു. Together, the political resolution and the opinions on the review report, we have received around 4,000 amendments, of which around 3,424 were on the political resolution. പാർട്ടിയിലേക്ക് സ്ത്രീ പങ്കാളിത്തം കൂടുതലായി എത്തുന്നില്ലെന്ന് തെലങ്കാനയിൽ നിന്നുള്ള പ്രതിനിധി വിമർശനമുന്നയിച്ചു. തെലങ്കാനയിൽ CPI അടക്കമുള്ള പാർട്ടികളെ ഉൾപ്പെടുത്തി LDF രൂപീകരിക്കാനുള്ള ചർച്ചകൾ നടന്നു. എന്നാൽ അത് വിജയം കണ്ടില്ലെന്ന് തെലങ്കാനയിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് സ്വയം വിമർശനമുണ്ട്. നേതാക്കളുടെ വിരമിക്കൽ പ്രായപരിധി 75 വയസ്സാക്കുന്നത് പുനഃപരിശോധിക്കണമെന്ന് കേരളം, പശ്ചിമ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ ഗ്രൂപ്പ് ചർച്ചയിൽ ആവശ്യമുയർന്നു. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച പുരോഗമിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള 8 പ്രതിനിധികൾക്കായി 1 മണിക്കൂറും 12 മിനിറ്റുമാണ് ചർച്ചയ്ക്കുള്ള സമയം അനുവദിച്ചിരിക്കുന്നത്. മധുരയിൽ നിന്നും സജികുമാറിനും AK ഷെഫിനുമൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്.